ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ ഞാൻ ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. RRB NTPC അണ്ടർ ഗ്രാജുവേറ്റിന് നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെടുന്നത് വെറും +2 മാത്രമാണ്. അപ്പോൾ +2 പാസ്സായിട്ടുള്ള ആർക്ക് വേണോ നമുക്ക് ഈ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, +2 കഴിഞ്ഞ ഒരാൾക്ക് ഇന്ത്യൻ റെയിൽവേയിലാണ് ജോലി ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല സാലറിയും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനാണ് ഇന്നലെ വന്നിട്ടുള്ളത്. ഇതിൽ ഏജ് ലിമിറ്റ് പറയുന്നത് 18-30 ഏജ് ലിമിറ്റ് പറയുന്നത്. ഓക്കെ, 18-30 ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. +2 12th പാസ്സാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഓക്കെ, വെറും 12ാം ക്ലാസ് പാസ്സായ ഒരാൾക്ക് പോലും ഈ ഒരു എക്സാം നമുക്ക് അപ്ലൈ ചെയ്യാനും എഴുതാനുമായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിലെ ഡേറ്റ്സ് പറയുന്നുണ്ട്, എന്ന് മുതൽ എന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള എക്സാമിൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഡേറ്റ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്ന ഡേറ്റ് ആണ്. അതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് ഈ മാസം 28 മുതലാണ്. ഓക്കെ, ഒക്ടോബർ 28 മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്. എൻഡ് ആവുന്നത് നവംബർ 27 അപ്പോൾ നവംബർ 27 ആപ്ലിക്കേഷൻ എൻഡ് ആവുന്നത്. അതിനുശേഷം 2 ദിവസം കൂടി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാൻ ഡേറ്റ് കിട്ടും. 29 വരെ കിട്ടുന്നുണ്ട്. നവംബർ 30 മുതൽ ഡിസംബർ 9 വരെയാണ് എറർ കറക്ഷൻ ഉള്ള ഡേറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് പോസ്റ്റുകൾ എത്ര വേക്കൻസി ആണെന്നുള്ളതാണ്. അതിൽ പോസ്റ്റുമാണ് പറയുന്നത്. ഇതിൽ പോസ്റ്റുകൾ വരുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്. പേ സ്കെയിൽ 3 ആണ് വരുന്നത്. 2424 വേക്കൻസിയാണ് വരുന്നത്. അക്കൗണ്ട് ക്ലർക്കും ടൈപ്പിസ്റ്റ് വരുന്നത് പേ സ്കെയിൽ 2 ആണ്. 394 വേക്കൻസിയും. ജൂനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ് വരുന്നത് പേ സ്കെയിൽ 2 163 വേക്കൻസീസ് ആണ് വരുന്നത്. ട്രെയിൻ ക്ലർക്ക് വരുന്നത് പേ സ്കെയിൽ 2 ആണ്, 77 വേക്കൻസി. അങ്ങനെ ടോട്ടൽ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റിന് വിളിച്ചിരിക്കുന്നത് 3058 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. അത്യാവശ്യം ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മാക്സിമം മിസ്സാക്കാതിരിക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരുത്തരും ഇതിന് അത്യാവശ്യം വലിയ ഫീസൊന്നും വരത്തില്ല. അത്യാവശ്യം നമ്മളെ കൊണ്ട് പേ ചെയ്യാൻ പറ്റുന്ന ഫീസേ വരത്തുള്ളൂ. അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ജസ്റ്റ് ഒരു അറ്റംപ്റ്റ് കൊടുക്കുക. ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കി പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വേക്കൻസീസിൻ്റെ കാര്യം. ഇവിടെ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് നോട്ട് ദാറ്റ് ദീസ് വേക്കൻസി മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് ദ റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ. അതായത് വേക്കൻസി ഇൻക്രീസോ ഡിക്രീസോ ആകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരേക്കും വേക്കൻസീസ് ഒരിക്കലും ഡിക്രീസ് ആയിട്ടില്ല, ഇൻക്രീസ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ വേക്കൻസീസ് ഇൻക്രീസ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും നിലവിൽ 3058 വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതാ പറയുന്നത്. അതിൽ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആവശ്യപ്പെടുന്നുണ്ട് ഓരോ പോസ്റ്റിനും. A3 B2 C2 എന്ന് പറയുന്നത് അത് നമ്മൾ വിഷ്വലിന്റെ കേസിലാണ് പറയുന്നത്. വിഷന്റെ കേസിലാണ് അതിന് ആവശ്യമുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക. അപ്പോൾ അതിലിതാ വിഷന്റെ ഡിസ്റ്റന്റ് വിഷന്റെ കേസ് പറയുന്നുണ്ട്. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ വിഷന്റെ കേസ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഏജിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏജ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, 18 വയസ്സാണ് ഏജ് ലിമിറ്റ്. 18-30 ഏജ് ലിമിറ്റ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 18-30 ഏജ് ലിമിറ്റ് പറയുന്നത്. അതിൽ OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും SC/STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി വരുന്നത് 18-30. അതിൽ OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും SC/STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫീസിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സിനും വരുന്നതെന്ന് പറയുന്നത് 500 രൂപ ഫീസാണ്. ഇതിൽ തന്നെ SC/ST എക്സ് സർവീസ് ഫീമെയിൽ ട്രാൻസ്ജെൻഡർ പോലുള്ളവർക്ക് 250 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, 250 രൂപയാണ് വരുന്നത്. ജനറലും മെയിലും വരുന്ന സമയത്ത് 500 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫീസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
നെക്സ്റ്റ് ഇതിൽ 2 ഫേസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. ഓക്കെ, ഇതിൽ 2 ഫേസ് ആണ് എക്സാം വരുന്നത്. ഫസ്റ്റ് ഫേസിൽ വരുന്നത് 90 മിനിറ്റ് എക്സാം ആണ് വരുന്നത്. ഓക്കെ, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ എക്സാം ആണ് വരുന്നത്. 1.5 മണിക്കൂർ എക്സാം അല്ലേ. ജനറൽ അവയർനെസ് വരുന്നുണ്ട് 40 മാർക്ക് 40 ക്വസ്റ്റ്യൻസ് ആണ്. മാത്തമെറ്റിക്സ് 30 മാർക്ക് 30 ക്വസ്റ്റ്യൻസ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത് 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 100 മാർക്കാണ് വരുന്നത്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 1/3 ആണ്, അതായത് 3 എണ്ണം തെറ്റുന്ന സമയത്ത് 1 മാർക്ക് നെഗറ്റീവ് പോകും. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ വരുന്ന 1.5 മണിക്കൂറിൽ 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇത് സെക്ഷൻ ബേസ് അല്ല ടൈം വരുന്നത്. നമുക്ക് ഈ ടൈം നമ്മളെ ഇഷ്ടത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മാത്തമെറ്റിക്സും റീസണിങ് എന്ന് പറയുന്നത്, അപ്പോൾ അത്യാവശ്യം +2 കഴിഞ്ഞ ഒരാളാണെങ്കിൽ പോലും ആ ഒരു ഇൻ്റലിജൻസ് ഒക്കെ മതി, ആ ഒരു കഴിവ് വെച്ചിട്ട്, ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് +2 കഴിഞ്ഞ കുട്ടികൾക്ക് പോലും ഇത് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും, എഴുതാനും പറ്റും. ആ ലെവൽ മാത്സും റീസണിങ് ആയിരിക്കും വരുന്നത്, നല്ല എളുപ്പമായിരിക്കും വരുന്നത്. ജനറൽ അവയർനെസ്സും നമ്മളെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മെയിൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. മെയിൻസ് വരുന്ന സമയത്ത്, സെക്കൻഡ് ഫേസ് വരുന്ന സമയത്ത് 90 മിനിറ്റ് തന്നെയാണ്, സെയിം ടൈമാണ്, 1.5 മണിക്കൂർ തന്നെയാണ് വരുന്നത്. അതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിഫറെൻറ്റ്. ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, മാത്തമെറ്റിക്സ് 35 ക്വസ്റ്റ്യൻ, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 35 ക്വസ്റ്റ്യൻ. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ഫേസിൽ 100 ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഫേസിൽ 120 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് തന്നെയാണ്, 1.5 മണിക്കൂർ തന്നെയാണ് ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, അപ്പം അതത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത് എന്താണെന്ന് നോക്കാം. അടുത്ത് പറയുന്നത് ഇതിൽ 2 പോസ്റ്റിലത്തേക്കും വേണ്ടി മാത്രമായിട്ട് കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ സ്കിൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അത് അക്കൗണ്ട് ക്ലർക്കും ടൈപ്പിസ്റ്റിനും ജൂനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റിനുമാണ്. അതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ആണ് നടത്തുന്നത്. അപ്പോൾ അതൊരിക്കലും പാടായിട്ടുള്ള ഒരു സംഭവമല്ല നടത്തുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ നമ്പർ ഓഫ് വേർഡ്സ് അവർ ടൈപ്പ് ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. ഇത് ക്വാളിഫയിങ് നേച്ചറാണ്. ഇതിൻ്റെ മാർക്ക് ഒരിക്കലും എടുക്കത്തില്ല. ഇത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ഈ ബാക്കി 2 പോസ്റ്റിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിലും ട്രെയിൻ ക്ലർക്കിനും ആ കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റ് വരുന്നില്ല. ഈ 2 പോസ്റ്റിൽ മാത്രമാണ് കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഏതൊരു ജോബിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായാലും, ജോബ് വേറെ ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരായാലും, നിങ്ങൾ ഈ ഒരു എക്സാം എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എഴുതി നോക്കുക. നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ്. നെക്സ്റ്റ്, നമ്മുടെ എജുബിൽ വരുന്ന നവംബർ 5-ാം തീയതി ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ട് RRB NTPC ഫോക്കസ് ചെയ്തുകൊണ്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. ഈ ഒരു ബാച്ചിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓൺലൈൻ ബാച്ചിൻ്റെ കോഴ്സ് ഫീസ് വരുന്നത് 2499 ആണ്. വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ്. നിങ്ങൾ ഈ ഒരു എമൗണ്ട് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിന് സപ്പോസ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് 40,000+ ആയിരിക്കും നിങ്ങളുടെ സാലറി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്ത് ഈ വർഷം തന്നെ ഒരു ജോലിക്ക് കയറുക. താങ്ക് യു.